ഹലോ, അസ്സലാമു അലൈക്കും. ഇമ്മൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു കുഞ്ഞമ്മത്തി തോരൻ വെച്ചാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് ഇനി അടുത്തത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുപ്പി എടുത്തില്ല, വെളിച്ചെണ്ണ കുപ്പി എടുക്കട്ടെ. അപ്പോൾ ചട്ടി ചൂടായി. ഇനി അടുത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി. ഇനി നമുക്ക് ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്ത് അടുത്തത് ശകലം കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചതച്ച് വെച്ചതാണ്. ചതച്ചില്ല, ഒന്ന് മിക്സിയിലിട്ട് ഒന്നിങ്ങോട്ട് ക്രഷാക്കി. ഇനി ശകലം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കണം. ഇനി അടുത്തത് നമ്മൾ ശകല ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളി ഒരുവിധം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി ഇട്ടുള്ളൂ, ഒരു കളറിന് വേണ്ടിയിട്ട്. അതിൽ പച്ചമുളക് അരച്ചതുകൊണ്ട് മുളകിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും മീൻ പീരക്ക് ശകലം ഒരു കറിക്ക് വേണ്ടി, ഒരു കളറിന് വേണ്ടിയിട്ട് ശകലം മുളക് പൊടി ഇട്ട് കൊടുത്തതാണ്. നല്ലപോലെ മിക്സാക്കുക. അടുത്തത് ഉപ്പിട്ടില്ല ഗായ്സ്. അടുത്ത ശകലം ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി നല്ലപോലെ അതിലിട്ട് വഴറ്റി തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും കൊച്ചുള്ളിയുടെയും എല്ലാം ഒരു നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് പുളിവെള്ളമാണത്, ശകലം പുളിവെള്ളം, ചെറുതായിട്ട് പുളി മതി. ശകല വാളംപുളിയാട്ടോ. ഒരു ശകലം. അതാണ് കുഞ്ഞമ്മത്തി. കുഞ്ഞമ്മത്തി നല്ല വൃത്തിയാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
മീനിട്ട് കൊടുത്ത് മീനിട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എന്നിട്ട് നമുക്കത് അടച്ച് വെക്കണം. ആ മീനിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ഇട്ട് വഴറ്റി അതിൻ്റെ നല്ലൊരു മണം മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. പുളി കുറവ്, ശകലം പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കണ്ടില്ല, മീനൊരു വിധം നല്ല സെറ്റായി വന്നു. ശകലം കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഞാൻ നല്ലപോലെ കട്ട് ചെയ്ത് ഞാൻ ഇടുന്നത്. അങ്ങനെ മീൻ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ മീൻ അടച്ച് വെച്ച് ഇനി അതിൽ കിടന്ന് വേവണം.